അസ്സാം വലൈക്കും വറഹമത്തുള്ള. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് സൂറത്തുൽ ഹുമസയാണ്. ഹുമസ എന്ന് പറഞ്ഞാൽ, ഹുമസത്ത് എന്നുള്ളതിന് പരദൂഷകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പരദൂഷകൻ്റെ പരിണാമത്തെപ്പറ്റി പറയുന്നതിനാലാണ് ഈ സൂറയ്ക്ക് ഇപ്രകാരം പേര് നൽകപ്പെട്ടിട്ടുള്ളത്. ഇത് മക്കിയായ സൂറകളിൽപ്പെട്ടതാണ്. ഈ അധ്യായത്തിൽ 9 സൂക്തങ്ങളാണ് അടങ്ങുന്നത്. സാധാരണഗതിയിൽ മനുഷ്യർ സാധാരണ ജീവിതത്തിൽ സമ്പത്തിനെ ജീവിതത്തിൻ്റെ ആധാരമായി കാണുന്ന ധനപൂജകരുടെ ധാർമ്മിക ദൂഷ്യങ്ങളിൽ പ്രധാനമായി കാണുന്ന 2 കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ എടുത്തു പറയുന്നത്. അത് അവരുടെ നാശത്തിൻ്റെ ഹേതുകമാണെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ പുച്ഛിക്കുക, ഇകഴ്ത്തുക എന്നുള്ളതാണ് അതിൽ ഒരു കാര്യം. അതുപോലെ തന്നെ ഇത്തരക്കാരുടെ പര്യവസാനം എന്തായിരിക്കുമെന്നും വിവരിച്ചിരിക്കുന്നു. പുച്ഛിക്കുകയും ഇകഴ്ത്തുകയും ചെയ്യുന്ന ആളുകളുടെ പര്യവസാനം, ആ പര്യവസാന കേന്ദ്രത്തിൻ്റെ കഠോരതയും കാഠിന്യവും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ സൂറത്ത്. ഇതാണ് ഈ സൂറയുടെ മൊത്തം ഉള്ളടക്കങ്ങൾ. ഇമാം അബൂ ഹയ്യാൻ പറയാണ്, ഈ വാക്യങ്ങൾ അവതീർണമായിട്ടുള്ളത് അനസുബിന് ഷുറൈബ്, അൽ ആസിബിന് വായില്, ജമീലുബിന് മാമർ, വലീദുബിന് മുഗീറ, ഉമയ്യത്തുബിന് ഖലഫ് എന്നിവരെ പരാമർശിച്ചുകൊണ്ടാണ്. അതോടൊപ്പം ഈ ദോഷഗുണങ്ങളുള്ള എല്ലാവർക്കും ഇത് പൊതുവിൽ ബാധകമാണ്. അൽ ബഹ്റുൽ മുഹീത്ത് 8ാം വോള്യം 510 പേജ്. ഇത് സംബന്ധിയായിട്ട് ഇതിൻ്റെ അവതീർണ കാരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഒരു പരാമർശമാണ് ഇമാം അബൂ ഹയ്യാൻ നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്നും ഇത്തരത്തിലുള്ള വളരെ ദോഷഗുണങ്ങളുള്ള ഇതുപോലുള്ള ആളുകളെ സംബന്ധിച്ചാണ് ഈ സൂറ അവതീർണമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇത് അക്കാലത്തുള്ള ആളുകളായാലും പിൽക്കാലത്തുള്ള ആളുകളായാലും എല്ലാവർക്കുമുള്ള പൊതുവിൽ ബാധകമായിട്ടുള്ളതാണ് എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഇതിൻ്റെ അർത്ഥങ്ങൾ, പദവിന്യാസം, പദവിശകലനം എടുത്തു നോക്കിയാൽ ആദ്യം വരുന്നത് വൈലുൻ എന്നാണ്. വൈലുൻ എന്ന് പറഞ്ഞാൽ നശിക്കട്ടെ, തുലയട്ടെ എന്നൊക്കെയാണ് അർത്ഥം. ലിക്കുല്ലി ഹുമസ, ഓരോ പരദൂഷകനും. ലുമസ എന്ന് പറഞ്ഞാൽ ആക്ഷേപകൻ. അപ്പോൾ ആക്ഷേപകനും പരദൂഷകനുമായ ഓരോരുത്തരും തുലയട്ടെ എന്നാണ് അതിൻ്റെ ഒന്നാമത്തതിൻ്റെ ആശയം. അതേപോലെ അല്ലദീ ജമഅ മാലം വഅദദ, അല്ലദീ ജമഅ വാരിക്കൂട്ടിയവൻ, അല്ലദീ എന്നുള്ളത് വന്നിരിക്കുന്നു. ജമഅ വാരിക്കൂട്ടിയവൻ, അല്ലദീ ഖാല പറഞ്ഞവൻ, അല്ലദീ ഖാമ നിന്നവൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രയോഗം. അല്ലദീ ജമഅ വാരിക്കൂട്ടിയവൻ, മാലൻ പണം, ധനം, സമ്പത്ത് എന്നൊക്കെ അർത്ഥം. എന്നിട്ട് അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹു, അത് എണ്ണിക്കണക്കാക്കി വെക്കുകയും ചെയ്തവൻ. അങ്ങനെ പണം ഇങ്ങനെ വീണ്ടും വീണ്ടും എണ്ണിക്കണക്കാക്കിക്കൊണ്ടിരിക്കുക. അഥവാ അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹു എന്ന് പറഞ്ഞാൽ പണം വാരിക്കൂട്ടുകയും അത് എണ്ണിക്കണക്കാക്കി വെക്കുകയും ചെയ്തവൻ, എണ്ണിട്ട് ഇങ്ങനെ തീരാത്ത വിധം പിന്നെ എണ്ണിക്കൊണ്ടിരിക്കുന്നവൻ. യഹ്സബു, അവൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ അവൻ കണക്കാക്കുന്നു, അന്ന മാലഹു, തൻ്റെ പണം, അഖ്ലദഹു, തന്നെ ശാശ്വതനാക്കി എന്നെന്നും നിലനിർത്തുമെന്ന്. യഹ്സബു അന്ന മാലഹു അഖ്ലദഹു, തൻ്റെ പണം തന്നെ എന്നെന്നും നിലനിർത്തുമെന്നാണ് അവൻ്റെ വിചാരം എന്നർത്ഥം. കല്ല, നിസ്സംശയം, ലയും ബദന്ന, അവൻ എറിയപ്പെടും, ഫിൽ ഹുതമയിൽ എറിയപ്പെടും. അഥവാ അതിൻ്റെ അർത്ഥം നിസ്സംശയം അവൻ ഹുത്തമയിൽ എറിയപ്പെടാൻ പോവുകയാണ്. കല്ലാ ലയും ബദന്ന ഫിൽ ഹുതമ. വമാ അദ്രാക മൽ ഹുതമ, വമാ അദ്രാക, എന്തറിയാം നിനക്ക്, മൽ ഹുതമ എന്താണെന്ന് നിനക്ക് എന്തറിയാം, ഹുതമ എന്താണെന്ന് അറിയാമോ നിനക്ക്. വമാ അദ്രാക മൽ ഹുതമ, നാറുല്ലാഹിൽ മൂഖദ, അത് നാറാണ്, അഗ്നിയാണ്. നാറുല്ല, അള്ളാഹുവിൻ്റെ അഗ്നി. അൽ മൂഖദ, ജ്വലിപ്പിക്കപ്പെട്ട, അത് അള്ളാഹുവിൻ്റെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നിയാകുന്നു. നാറുല്ലാഹിൽ മൂഖദ. അല്ലത്തി തത്തലിവു, അത് എത്തി നോക്കുന്നതാണ്, ആളിപ്പടരുന്നതാണ്. അലൽ അഫ്ഇദ, ഹൃദയങ്ങളിലേക്ക്. അല്ലത്തി തത്തലിവു അലൽ അഫ്ഇദ, അഥവാ അത് ഹൃദയങ്ങളിലേക്ക് ആളിപ്പടരുന്ന അഗ്നിയാണ് എന്ന് വിശദീകരിച്ചിരിക്കുന്നു. ഇന്നഹ അലൈഹിം മോസദ, ഇന്നഹ തീർച്ചയായും അത് അലൈഹിം അവരുടെ മേൽ, മൂസദത്തുൻ അടച്ചു മൂടപ്പെട്ടതാണ്. അത് തീർച്ചയായും അത് അവരുടെ മേൽ അടച്ച് മൂടപ്പെടുന്നതാണ് എന്നാണ് പിന്നെ പറയുന്നത്. ഇന്നഹ അലൈഹിം മൂസദ ഫി അമദി മുമദദ, അത് എങ്ങനെയാണ് കുടികൊള്ളുന്നത്, സ്തംഭങ്ങളിലായിട്ട്, അല്ലെങ്കിൽ തൂണുകളിലായിട്ട്. മുമദ്ദദ, നീട്ടിയുണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിക്കൊണ്ട്, നീണ്ട സ്തംഭങ്ങളിലായിക്കൊണ്ടാണ് ആ തീ അടച്ചു പൂട്ടപ്പെട്ട് തീയിൻ്റെ എല്ലാവിധ സ്ട്രോങ്ങും കിട്ടത്തക്ക രീതിയിലാണ് അതുള്ളത് എന്ന കാര്യവും വിശദീകരിച്ചിരിക്കുന്നു. ആക്ഷേപകനും പരദൂഷകനുമായ ഓരോരുത്തരും തുലയട്ടെ, പണം വാരിക്കൂട്ടുകയും അത് എണ്ണിക്കണക്കാക്കി വെക്കുകയും ചെയ്തവൻ തൻ്റെ പണം തന്നെ എന്നെന്നും നിലനിർത്തുമെന്നാണ് അവൻ്റെ വിചാരം. നിസ്സംശയം അവൻ ഹുത്തമയിൽ എറിയപ്പെടാൻ പോവുകയാണ്. ഹുത്തമ എന്താണെന്ന് അറിയാമോ നിനക്ക്.
അത് അള്ളാഹുവിൻ്റെ ജ്വലിക്കപ്പെട്ട അഗ്നിയാകുന്നു, ഹൃദയങ്ങളിലേക്ക് ആളിപ്പടരുന്ന അഗ്നി. തീർച്ചയായും അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതാണ്, നീണ്ട സ്തംഭങ്ങളിലായിക്കൊണ്ട്. ഇതാണ് അതിൻ്റെ മൊത്തം അർത്ഥം. ഹുമസ, ലുമസ എന്നീ രണ്ട് പ്രയോഗങ്ങളെ പറ്റി ഇമാം മാവർദി രേഖപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ ആശയം എങ്ങനെയാണ്? ഹുമസ, ലുമസ എന്നീ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട് 4 വ്യാഖ്യാനങ്ങളാണുള്ളത്. ഒന്ന്, ഹുമസ എന്നാൽ പരദൂഷണം പറയുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ലുമസ എന്നാൽ ഇടിച്ചു താഴ്ത്തുന്നവൻ. ഈ അഭിപ്രായമാണ് ഇബ്നു അബ്ബാസിനുള്ളത്. അപ്പോൾ ഹുമസ എന്ന് പറഞ്ഞാൽ പരദൂഷണം പറയുന്നവൻ, ലുമസ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തി മറ്റുള്ളവരെ മോശമാക്കി സംസാരിക്കുന്നവൻ. മറ്റൊന്ന്, ഹുമസ എന്നാൽ ജനങ്ങളെ പറ്റി പരദൂഷണം പറയുന്നവൻ, ലുമസ എന്നാൽ നാവുകൊണ്ട് ആക്ഷേപം ചൊരിയുന്നവൻ. ഇതാണ് ഇബ്നു സയ്യിദിന്റെ അഭിപ്രായം. ഹുമസ എന്നാൽ നേരിൽ ആക്ഷേപം ചൊരിയുന്നവൻ, ലുമസ എന്നാൽ അസാന്നിധ്യത്തിൽ കുറ്റപ്പെടുത്തുന്നവൻ. അബുൽ അലിയ ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. 4-മത്തെ, ഹുമസ എന്നാൽ കൈകൊണ്ടോ നാവുകൊണ്ടോ പ്രത്യക്ഷത്തിൽ ആക്ഷേപസ്വരം മുതിർക്കുന്നവൻ, ലുമസ എന്നാൽ പുരികം കൊണ്ടോ കണ്ണുകൊണ്ടോ സ്വകാര്യമായി ഗോഷ്ടി കാണിക്കുന്നവൻ എന്നുമാണ് അബ്ദുൽ മലിക് ബിൻ ഹിഷാം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് നുക്കത്തു വൽ ഉയൂനിലെ 6-335 രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആശയങ്ങളെല്ലാം ഇതിൽ അടങ്ങുന്ന രീതിയിലുള്ള പ്രയോഗമാണ് ഹുമസ, ലുമസ എന്നിവയിൽ വന്നിട്ടുള്ളത്. അതിൽ 2 മീനിങ്ങാണ് നമ്മൾ നേർക്കരെ കൊടുത്തത്. പരദൂഷകനും ആക്ഷേപകനും എന്നുള്ള അർത്ഥമാണ് നമ്മൾ നേരെ കൊടുത്തിട്ടുള്ളത്. ഈ വിശകലനങ്ങളൊക്കെയും അതിലടങ്ങുന്നതാണ്. അടുത്ത കാര്യം, ഹുത്തമ എന്ന പദത്തെ പറ്റി മൊഹീദ്ദീൻ ദർവീഷ് രേഖപ്പെടുത്തുന്നത്, അദ്ദേഹത്തിൻ്റെ ഇറാബുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത്, ഹുത്തമ എന്ന നരകത്തിൻ്റെ പേരാണ്. മിൻ അസ്മാഇൻ നാർ ഐ അല്ലത്തി തഹ്തുമു കുല്ലമാ ഉൽക്കിയ ഫിഹ, അതിൽ പതിക്കുന്നതെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള നാറ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് പറഞ്ഞത്. തെത്തലി വലൽ അഫ്ഇദ എന്ന വാക്യത്തിൽ നൽകപ്പെട്ട വിശകലനം തഫ്സീർ മുനീറിൽ വഹാബിൻ സുഹൈലിയുടെ തഫ്സീറുൽ മുനീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 30-390 രേഖപ്പെടുത്തിയിട്ടുള്ള അനുസരിച്ച് അഗ്നിനാളങ്ങൾ ഹൃദയമധ്യത്തിലേക്ക് ഉയരുകയും അതിനെ വലയം ചെയ്യുകയും ചെയ്യുന്നു. ഹൃദയം ഓർമ്മകളുടെ കേന്ദ്രമാണ്. അത് വക്രമായ വിശ്വാസത്തിൻ്റെ കേന്ദ്രവും മ്ലേച്ഛവും തെറ്റായ ആശയപ്രവർത്തനങ്ങളുടെ ഉത്ഭവ കേന്ദ്രവുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒക്കെയുള്ള ഹൃദയത്തിലേക്ക് അഗ്നിനാളങ്ങൾ ഉയർന്നു കയറും, അത് മധ്യത്തിലേക്ക് ഉയരും, ഹൃദയമധ്യത്തിലേക്ക് ഉയർന്നു വരും, അതിനെ വലയം ചെയ്യും തുടങ്ങിയ ആശയങ്ങളാണ് ഇതിൽ വരുന്നത് എന്നതാണ് തഫ്സീർ മുനീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഫി അമദി മുമദദ എന്ന് പറഞ്ഞിട്ട്, ഈ അമദ് എന്ന പദത്തെ പറ്റി അബൂബക്കർ റാസി മുഖ്താറു സിഹായിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ ആശയങ്ങൾ, അതിൽ അമൂദ് എന്നാൽ വീട്ടിൻ്റെ തൂണ് എന്നാണ് അർത്ഥം. അതിന് ബഹുവചന രൂപമാണ് ആമിദത്ത്, അമദ് എന്നിവ. അമദുൻ എന്നതിനെ ഉമുദ് എന്നും വായനാഭേദമുണ്ട്. ഇമാദ് എന്നാൽ ഉയർന്ന കെട്ടിടങ്ങൾ എന്നർത്ഥം. അത് പുല്ലിംഗമായും സ്ത്രീലിംഗമായും ഉപയോഗിക്കപ്പെടുന്നു. അതിൻ്റെ ഏകവചനം ഇമാദത്ത് എന്നതാണ്. ഇതൊക്കെ ആ പദവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഈ പദം ഖുർആനിൻ്റെ മറ്റു ചില ഇടങ്ങളിലും ഈ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതുകൂടി മനസ്സിലാക്കാൻ ഈ പദത്തിൻ്റെ അസല് മനസ്സിലാക്കി വെക്കുന്നത് സഹായകമാകും. ഇതേപോലെ ഇതിൽ നിന്ന് വരുന്ന ആശയങ്ങൾ, ഈ സൂറയിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? അഹന്ത മനസ്സിൻ്റെ സകലമാന ശാലീനതകളെയും എരിച്ചു കളയുന്ന അഗ്നിയാണ്. താൻ തരക്കേടില്ലാത്തവനും മറ്റെല്ലാവരെക്കാളും മേന്മയുള്ളവനും ആണെന്ന ധാരണ, അന്ധമായ ധാരണ, മനസ്സിൻ്റെ അകത്തളങ്ങളിൽ സകലമാന പ്രകാശത്തെയും കെടുത്തിക്കളയുന്നു. തനിക്ക് താൻ പോന്നവനാണെന്ന വിചാരം സഹജീവികളെ പുച്ഛിക്കുന്ന മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നു. എല്ലാറ്റിനോടും എല്ലാവരോടും പുച്ഛം, സകല കാര്യങ്ങളിലും താൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന ശാഠ്യം, ഇത്തരം മാനസികാവസ്ഥകളുടെ മലിന പരിസരത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന വാക്കിലും നോക്കിലും മറ്റുള്ളവരെ ഇകഴ്ത്താനും ഇടിച്ചു താഴ്ത്താനുമുള്ള പ്രവണതകൾ നിറഞ്ഞു നിൽക്കും. പ്രത്യക്ഷത്തിൽ തന്നെ മറ്റാളുകളുടെ മുമ്പിൽ വെച്ച് ആക്ഷേപ ശരങ്ങൾ ഇത്തരക്കാർ ഉതിർക്കും. വ്യക്തിയുടെ അസാന്നിധ്യത്തിലും അവൻ്റെ കുറ്റവും കുറവുകളും വിളമ്പി പോസ്റ്റ്മോർട്ടം നടത്തും. ചിലപ്പോൾ കണ്ണുകൊണ്ടും പുരികം കൊണ്ടും ഗോഷ്ടി കാണിച്ച് അവനെ നിന്ദിക്കാൻ ശ്രമിക്കും. ഈ ആശയങ്ങളെല്ലാം അടങ്ങുന്ന രീതിയിലാണ് ആ പ്രയോഗം. മറ്റു ചിലപ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചും നാവുകൊണ്ട് പുലഭ്യം പറഞ്ഞും മറ്റുള്ളവരെ നാണം കെടുത്താൻ ശ്രമിക്കും. ഇത്തരം ചെയ്തികൾ കാട്ടിക്കൂട്ടുന്ന ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും വിധേയനാണ്. പലപ്പോഴും ഇത്തരം പ്രവണതകൾക്ക് ആക്കം കൂട്ടുന്നത് തൻ്റെ സമ്പത്തായിരിക്കും, താൻ ധനികനാണെന്ന ബോധം. അതിനാൽ തനിക്ക് എന്തും നേടാൻ സാധിക്കും. അതിൻ്റെ മുമ്പിൽ മറ്റുള്ളവരെല്ലാം പുഴുക്കളാണ് എന്ന ധാരണ. തൻ്റെ പണം ഏത് സന്നിഗ്ധ ഘട്ടത്തിലും തനിക്ക് കൂട്ടായ്മ ഉണ്ടായിരിക്കും. മറ്റൊരുത്തൻ്റെ മനസ്സിൽ കഠാരയേക്കാൾ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് മാരകമായ മുറിവേൽപ്പിച്ചാലും തനിക്ക് യാതൊന്നും സംഭവിക്കാനില്ല എന്ന മിഥ്യാധാരണ പണം സൃഷ്ടിക്കുന്ന ഇന്ദ്രജാലമാണ്. ഇത്തരക്കാർ അവർ വരുത്തിവെച്ച വിനാശങ്ങളുടെ അനന്തരഫലമായി എരിതീയിൽ എറിയപ്പെടും. അത് സൃഷ്ടാവ് സൃഷ്ടിച്ച അഗ്നിയാണ്. സൃഷ്ടികൾ കനത്ത കാരിരുമ്പുകൾ ഒരുക്കുന്ന ഉന്നത ദ്രവണാംഗമുള്ള കഠിന ചൂടിനെ കണ്ടറിഞ്ഞവരാണ്. ഇരുമ്പുരുക്കുന്ന ചൂടും സൃഷ്ടാവിൻ്റെ അഗ്നിക്ക് മുമ്പിൽ എത്രയോ നിസ്സാരം. തപിച്ചു പൊള്ളുന്ന ചൂടിൻ്റെ കാഠിന്യത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന വിധം നാവിനെ നിയന്ത്രണമില്ലാതെ കയറൂരി വിടണമോ എന്ന് മനസാക്ഷിയോട് സ്വയം ചോദിക്കണമെന്ന് ഈ സൂറ ഉത്ബോധിപ്പിക്കുന്നു. തിന്മകളുടെ അങ്കുര കേന്ദ്രമായ ഹൃദയഭിത്തികളിൽ പോലും ആളിപ്പടരുന്ന അഗ്നിയാണത്.
ഹൃദയത്തിൻ്റെ അകത്തളമായിരുന്നല്ലോ അസൂയയുടെയും അഹന്തയുടെയും കുനിഷ്ടിൻ്റെയും ആക്ഷേപഹാസ്യങ്ങളുടെയും എല്ലാം ആവാസ കേന്ദ്രം. ക്യാൻസർ ആകുന്ന മഹാമാരിയെ ലേസറിൻ്റെ കിരണങ്ങൾ കരിച്ചു കളയുന്ന പോലെ ഹൃദയരോഗങ്ങളെ നരകാഗ്നി എരിച്ചു കളയും. ചൂട് അതിൻ്റെ സകലമാന ഉഗ്രതയും പ്രകടമാക്കത്തക്ക വിധം അത് അടച്ചു പൂട്ടപ്പെട്ട സ്തൂപികകളിലും സ്തംഭങ്ങളിലും അടക്കം ചെയ്യപ്പെട്ടതായിരിക്കും. നാവ് കൊണ്ട് നരകം വാങ്ങണമോ? നാം തീരുമാനിക്കുക. നമുക്കു നാമേ പണിവതു നാഗവും നരകവും അതുപോലെ. എന്തു വേണമെന്ന് മനം തുറന്ന് നാം ആലോചിക്കുക. അപ്പോൾ നമ്മുടെ നാവ് ഉപയോഗിച്ച് നരകത്തിൽ പോകണോ? അതേപോലെ നമ്മുടെ പണം ഉപയോഗിച്ച് അഹന്തയുടെ കൊട്ടാരങ്ങൾ കെട്ടിപ്പണിത് അതിൽ കയറി നിന്ന് മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും മറ്റുള്ളവരെ അപഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പോകണോ? അതല്ല, തനിക്ക് കിട്ടിയിട്ടുള്ള പണം പടച്ചമ്പുരാൻ തനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് എന്നോർത്ത് അതിൽ വിനയാന്വിതനാവുകയും തൻ്റെ നാവിനെയും തൻ്റെ ഓരോരോ ശ്രമങ്ങളെയും പരിശ്രമങ്ങളെയും മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളെയും ഒക്കെ വിനയാന്യത ഭാവത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും മറ്റുള്ളവർക്ക് നേരെ കുതിര കയറാതിരിക്കാനും മറ്റുള്ളവരെ ഇടിച്ചാഴ്ത്താതിരിക്കാനും മറ്റുള്ളവരെ സംബന്ധിച്ച് ഇകഴ്ത്തി പറയാതിരിക്കാനും അപഹസിക്കാതിരിക്കാനും ഒക്കെ പരിശ്രമിക്കണമെന്നും അങ്ങനെ പരിശ്രമിക്കാത്തവന് അവൻ്റെ മനസ്സിൻ്റെ അകത്തളങ്ങളെ കത്തിച്ചു കളയുന്ന അവൻ്റെ ഹൃദയഭിത്തികളെ വേദിക്കുന്ന നരകാഗ്നിയാണ് കാത്തിരിക്കുന്നത് എന്നുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ സൂറത്ത് നൽകുന്നത്. അതിനാൽ തന്നെ ആ കാര്യങ്ങൾ നമ്മൾ കൂടുതലായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ നാശം കൊയ്യുന്നവരാരൊക്കെയാണെന്ന് ഖുർആൻ മറ്റു ചില സൂക്തങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. സൂറ ജാസിയ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വൈലുൽ ലിക്കുല്ലി അഫാക്കിൻ അസീം, വ്യാജവാദിയും അധർമ്മകാരിയുമായ ഏതൊരാൾക്കും നാശം എന്ന് പറയുന്നുണ്ട്. അവിടെ അഫാക്കിൻ അസീം, വ്യാജവാദിയായിട്ടുള്ള അസീമായിട്ടുള്ള അധർമ്മകാരിയായിട്ടുള്ള ഏതൊരാൾക്കും നാശം എന്ന് പറയുന്നു. അക്രമകാരികളും നാശത്തിന് വിധേയരാണെന്ന് ഖുർആന്റെ ഈ വാക്യം വ്യക്തമാക്കുന്നു. അതുപോലെ മറ്റൊരു സൂറയിൽ സൂറ അംബിയ 11-14 പറയുന്നു, വകം ഖസംന മിൻ ഖറിയത്തിൻ കാനത്ത് ലാലിമത്തു വ അൻശഅന ബഅദഹ ഖൗമൻ ആഖരീൻ ഫലമ്മ അഹസ്സു ബഅസന ഇദാഹും മിൻഹാ യർകുദൂൻ ലാ തർകുദൂ വർജിഉ ഇലാ മാ ഉത്രിഫ്തും ഫീഹി വമസാകിനുകും ലഅല്ലക്കും തുസ്അലൂൻ ഖാലു യാ വൈലന ഇന്നാ കുന്നാ ലാലിമീൻ. അക്രമത്തിൽ ഏർപ്പെട്ടിരുന്ന എത്ര ആളുകളെ നാം നിശേഷം തകർത്ത് കളയുകയും അതിനുശേഷം നാം മറ്റൊരു ജനവിഭാഗത്തെ വളർത്തിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ശിക്ഷ അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ അവരത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. അപ്പോൾ അവരോട് പറയപ്പെട്ടു, നിങ്ങൾ ഓടിപ്പോകേണ്ട, സുഖാഡംബരങ്ങളിലേക്കും നിങ്ങളുടെ വസതികളിലേക്കും നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക. നിങ്ങൾക്ക് വല്ല അപേക്ഷയും നൽകപ്പെടാൻ ഉണ്ടായേക്കാം. അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് നാശം, തീർച്ചയായും ഞങ്ങൾ അക്രമികളായി പോയി. ഈ തരത്തിലുള്ള ആളുകളുടെ വിലാപത്തെ പറ്റിയും ഈ സൂറ അംബിയയിലെ 11-14 വാക്യത്തിൽ പറയുന്നു. അതുപോലെ സ്വസഹോദരനെ കൊന്നവന്റെ വിലാപം ഖുർആൻ രേഖപ്പെടുത്തുന്നു. കാലയാ വൈലത്ത അജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബ് ഫഉവാരി സൗഅത അഖി ഫഅസ്ബഹ മിനൻ നാദിമീൻ. എന്തൊരു കഷ്ടം! ഇങ്ങനെ വൈലായിത്തീരുന്ന നഷ്ടത്തെയും കഷ്ടത്തെയും പറ്റി വിലപിക്കുന്ന ആളുകളെ പറ്റി ഖുർആൻ മറ്റിടങ്ങളിൽ പറഞ്ഞു തരികയാണ്. എൻ്റെ സഹോദരൻ്റെ മൃതദേഹം മറവ് ചെയ്യുന്ന കാര്യത്തിൽ ഈ കാക്കയെ പോലെ ആകാൻ പോലും എനിക്ക് കഴിയാതെ പോയല്ലോ എന്ന് ആദമിൻ്റെ മക്കളിൽ ഒരു മകൻ മറ്റൊരു സഹോദരനെ കൊന്നതിന് ശേഷം കാക്ക അതിൻ്റെ മറ്റു ചത്ത കാക്കയെ മറമാടുന്നത് കണ്ട് അത് മനസ്സിലാക്കിയപ്പോൾ പറയുന്ന വർത്തമാനമാണിത്. കാക്കയെ പോലെ ആകാൻ പോലും എനിക്ക് കഴിയാതെ പോയല്ലോ. അങ്ങനെ അവൻ ഖേദക്കാരൻ്റെ കൂട്ടത്തിലായി തീർന്നു. ഇത് സൂറ മായിദ 31-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഏഷണി, കുത്തുവാക്ക് എന്നിവയെപ്പറ്റി ഏഷണിക്കാരനും കുത്തുവാക്ക് പറയുന്നവരുമായ ഒരുത്തരെയും അനുസരിക്കാൻ നിൽക്കരുത്, അവൻ്റെ പിന്നണിയിൽ നിൽക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഖുർആൻ ആജ്ഞാപിക്കുന്നുണ്ട്. വലാ തുതീകുല്ല ഹല്ലാഫി മഹീൻ ഹമ്മാസി മഷായിം ബിനമീം. അധികമായി സത്യം ചെയ്യുന്നവരും നീചമായിട്ടുള്ള യാതൊരാളെയും നീ അനുസരിച്ചു പോകരുത്. കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനുമായ ഇങ്ങനെയുള്ള ഒരുത്തനെ നീ അനുസരിച്ചു പോകരുത് എന്ന് സൂറ കലം 10-11 പറയുന്നു. അപ്പോൾ ഇത്തരം ആളുകളുടെ പിന്നണിയിൽ നിൽക്കുകയോ അവരുടെ കൂട്ടാളികളായി തീരുകയോ അവരുടെ കൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നത് സ്വയം നാശത്തിന് ഹേതുകമായി തീരുന്ന കാര്യമാണ്. സൂറ ഹുജറാത്ത് 11-ാം വാക്യത്തിൽ അല്ലാഹു പറയുന്നു, വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത്, നിങ്ങൾ പരിഹാസപ്പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കുകയും ചെയ്യരുത് എന്ന് സൂറ ഹുജറാത്ത് 11-ാം വാക്യത്തിലും പറയുന്നു. ഇതുപോലെ ധനത്തിന്റെ ഹുങ്കിനെ പറ്റി അല്ലാഹു പറയുന്നു, അളവറ്റ സമ്പത്തിനുടമയായിത്തീരുന്ന മനുഷ്യനിൽ ഉയർക്കൊള്ളുന്ന അഹന്തയുടെ ചിത്രം മറ്റൊരു ഖുർആൻ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തുന്നു. സൂറ അൽ കഹ്ഫ് 34-36 പറയുകയാണ്, വകാന ലഹു സമറുൻ, അവന് പല വരുമാനം ഉണ്ടായിരുന്നു. ഫഖാല ലി സ്വാഹിബി, അങ്ങനെ അവൻ അവൻ്റെ ചങ്ങാതിയോട് സംവദിച്ചു, വഹുവ യുഹാവിറുഹു, അവനോട് സംവദിച്ചു കൊണ്ടിരിക്കെ പറയുകയുണ്ടായി, അന അക്സറു മിൻക, ഞാനാണ് നിന്നേക്കാൾ കൂടുതൽ
മാലൻ സമ്പത്തുള്ളവനും വഅസ്സു നഫറ അതുപോലെ കൂടുതൽ സംഘബലമുള്ളവനും അത് വദഖല ജന്നതഹു വഹുവ ലാലിമുൻ നഫ്സിഹി അങ്ങനെ അവൻ അവൻ്റെ തോട്ടത്തിൽ പ്രവേശിച്ചു സ്വന്തത്തോട് തന്നെ അന്യായം പ്രവർത്തിക്കുന്നവനായിട്ട്. കാലമാ അദുന്നു അൻ തബീദ ഹാദിഹി അബദ അവൻ പറഞ്ഞു ഒരിക്കലും ഇത് നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന്. അതുപോലെ ഒമാ അദുന്നു സാഅത ഖായിമ അന്ത്യസമയം നിലവിൽ വരുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല എന്ന്. ഇപ്രകാരം അളവറ്റ സമ്പത്തിന് ഉടമയായി തീരുമ്പോൾ ഇത്തരത്തിൽ അഹന്തയുടെ ചിന്തയുണ്ടാകും. പരിശുദ്ധ ഖുർആൻ ആ സ്ഥലത്ത് അതിനെ തുടർന്ന് പറയുന്നത് അയാളുടെ ആ തോട്ടം അല്ലാഹു നശിപ്പിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ധനത്തിൻ്റെ അഹങ്കാരത്തിൽ മറ്റുള്ളവരെ എകഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന പരിശ്രമത്തിൽ ഏർപ്പെടരുത് എന്നുള്ള കാര്യം ഈ വാക്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് വായിക്കാവുന്നതാണ്. നരകത്തിലെ ഇടുക്കത്തെ പറ്റി അല്ലാഹു പറഞ്ഞു. നരകത്തിലെ ഇവിടെ സ്തൂപങ്ങളിൽ അഗ്നി ഇട്ടിട്ടുള്ളതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മറ്റൊരു വാക്യത്തിൽ പറയാണ് സൂറ ഫുർഖാനിലെ 13 വൈദാ ഉൽക്കൂ മിൻഹ മക്കാനൽ ലയ്യിഖൻ മുഖറനീന ദാഉ ഹുനാലിക സുബൂറ. നരകത്തിൽ ഒരിടുങ്ങിയ സ്ഥലത്ത് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ അവരെ ഇട്ടാൽ അവിടെ വെച്ച് അവർ നാശമേ എന്ന് വിളിച്ച് കരയുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ തരത്തിലുള്ള നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ദുഷ്ട ചിന്താഗതികളും തെറ്റായ പ്രവണതകളും കൊണ്ട് നമ്മൾ നരകത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് സംഭവിക്കുക. അതിനാൽ തന്നെ ഈ സൂറയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ള ആരെയും ഇകഴ്ത്താതെയും മറ്റൊരാളെയും പറ്റി ആക്ഷേപങ്ങൾ പുറപ്പെടുവിക്കാതെയും മറ്റൊരാളെയും ഏതെങ്കിലും തരത്തിൽ മോശപ്പെടുത്തി പറയാതിരിക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുകയും നാവിനെ പരിപൂർണമായി തടവിലിടുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചു മുന്നേറുക. ധനം നമ്മെ ഒരിക്കലും അഹന്തയിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, സ്വർഗസ്ഥരായി തീരാൻ പറ്റും. അള്ളാഹു നരകശിക്ഷയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുകയും സ്വർഗത്തിൽ എത്തിച്ചേരുന്നവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.